പായൽ കബാഡി ആരാണ്? ഇവിടെ പിന്നെ പൂനെയിൽ സമരം ചെയ്തിട്ട് പൂനെയിൽ യോഗേന്ദ്ര ചൗഹാൻ അങ്ങനെ ആരോ ആണെന്ന് തോന്നുന്നു, മറ്റേ ഈ ഹനുമാനായിട്ട് അഭിനയിച്ച രാമായണത്തിൽ നിന്ന് അദ്ദേഹത്തെ ഡയറക്ടറാക്കി പറഞ്ഞപ്പോൾ അതിനെതിരെ സമരം ചെയ്തപ്പോൾ സ്കോളർഷിപ്പ് നിഷേധിക്കുകയും പോലീസ് കേസ് എടുക്കുകയും ഒക്കെ ചെയ്യപ്പെട്ട ഒരാളാണ് അല്ലേ? ആ ആളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ പ്രതീകമായിട്ട്, ഇന്ത്യയുടെ അഭിമാനമാണ്. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഇന്ത്യയിൽ എസ് കെ പാട്ടീൽ കമ്മിറ്റി അംഗീകരിച്ചിരുന്നെങ്കിൽ, മുഴുവനായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ പതേർ പാഞ്ചാലി എടുക്കാൻ പറ്റില്ലായിരുന്നു. അത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് അവർ ഒഴിവാക്കും. നമ്മൾ ദാരിദ്ര്യം ഭയങ്കര വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ദാരിദ്ര്യം കാണിക്കാൻ പറ്റില്ല എന്ന് പറയും അല്ലേ? അതിൽ നിന്ന് മാറിയിട്ട് അത് വന്നു ലോക സിനിമയുടെ മുമ്പിൽ നമ്മൾ ഉയർത്തിക്കാട്ടി. ആ ഉയർത്തിക്കാട്ടിയ പോലെ തന്നെയാണ് ഇപ്പോൾ ഓൾ വി ഇമാജിൻ സ്ലൈറ്റും. അതിൽ ദാരിദ്ര്യം അല്ലെങ്കിലും ദാരിദ്ര്യം പോലത്തെ പ്രശ്നങ്ങളാണ് അതിൽ വരുന്നത്. ഇന്ന് ബോംബെ നഗരത്തിൽ പോകുന്ന സ്ത്രീകൾ, അത് ചില ആൾക്കാർ പറഞ്ഞാൽ എന്താ അപ്പം ഇതിൽ സിനിമയിലുള്ള അവർക്ക് ആ ജീവിതം മനസ്സിലാവാത്തതുകൊണ്ടാണ്. എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം മാത്രമല്ല അതിലത്തെ ലാംഗ്വേജിന്റെ യൂസേജ്, നമുക്കതൊരു പാൻ ഇന്ത്യൻ സിനിമ യഥാർത്ഥത്തിൽ അതാണ്. കാരണം ഏത് ലാംഗ്വേജ്, അതിൽ ഹിന്ദി വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, മറാത്തി വരുന്നുണ്ട്. അവരെല്ലാം അതിൽ അതിൽ നിന്നൊരു ക്രോസ് ഇതില്ല. അപ്പൊ അത്തരത്തിലൊരു സിനിമയെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ. മാത്രമല്ല ഇപ്രാവശ്യം അവർ ജൂറിയാണ്. ഇപ്പൊ പായൽ കബാഡി ഈ വരാൻ പോകുന്ന ക്യാൻ ഫെസ്റ്റിവൽ ഇപ്പൊ മെയിൽ വരാൻ പോകണം, അതിൽ അവർ ജൂറിയാണ്. അപ്പൊ അത് അവരുടെ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അതായത് എപ്പോഴോ പറ്റിയൊരു മിസ്റ്റേക്ക് പോലെയല്ല. ചില അവാർഡുകളൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. ആ മിസ്റ്റേക്ക് അല്ല എന്നുള്ളത് കൊണ്ട് അതിനെ വീണ്ടും ഒരു പിന്നെ എന്താ പറയാ റീഅസർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർഷം അവരെ ജൂറി ആക്കുന്നത് എന്നാണ്